പാലക്കാട് രൂപതയുടെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രത്തിൽ രണ്ടാമത്തെ എപ്പാർക്കിൽ അസംബ്ലി ഇന്ന് പൂർണ്ണമാവുകയാണ്. വലിയ സംതൃപ്തിയുടെ നാളുകളായിരുന്നു, അനുഗ്രഹത്തിൻ്റെ നിറവുള്ള ദിവസങ്ങളായിരുന്നു. തീക്ഷ്ണതയേറിയ ചർച്ചകളും നവീനമായ ആശയങ്ങളും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ പങ്കുവയ്ക്കലുമൊക്കെ കൂടിച്ചേർന്ന് അവിസ്മരണീയമായ ദിവസങ്ങളിലൂടെ പാലക്കാട് രൂപതയുടെ ഈ അസംബ്ലി കടന്നു പോവുകയായിരുന്നു. പാലക്കാട് രൂപതയിൽ നിന്നും നൈയാമികമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് രൂപതയുടെ ഭാവിയെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾ നടത്തിയത്. അഭിവന്ദ്യ പിതാവിൻ്റെ നേതൃത്വത്തിലും കേരളത്തിൻ്റെ വിവിധ രൂപതകളിൽ നിന്നുള്ള 7 അഭിവന്ദ്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലുമൊക്കെ നടന്ന ഈ ചർച്ച വളരെ അനുഗ്രഹപ്രദമായിരുന്നു. വിശ്വാസ പരിശീലനത്തെക്കുറിച്ചും സാമുദായിക ശാക്തീകരണത്തെക്കുറിച്ചും അൽമായ സമൂഹത്തിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചുമൊക്കെ കാര്യമായി ചിന്തിക്കാൻ ഈ അസംബ്ലിക്ക് സാധിച്ചു. ഇതിൻ്റെ വലിയ ഫലങ്ങൾ നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത 10 വർഷത്തേക്ക് രൂപതയെപ്പറ്റി, രൂപതയുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ചിന്തിക്കാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനൊക്കെ വലിയൊരു അവസരം ലഭിച്ചു. അൽമായരും സന്യസ്തരും വൈദികരും അഭിവന്ദ്യ പിതാക്കന്മാരും ഒരുമിച്ചുള്ള ഈ എപ്പാർക്കിയൽ അസംബ്ലിയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ തുടർന്നുള്ള നമ്മുടെ രൂപതയുടെ യാത്രയിൽ വലിയ സഹായമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ രൂപതയെ വെച്ച് നടത്തിയ രണ്ടാമത് എപ്പാർക്കിയൽ അസംബ്ലിയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ആദ്യമേ തന്നെ പിതാവിനോടും എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറയുന്നു. നല്ല ക്ലാസ്സുകളും ചർച്ചകളും ഇവിടെ നടന്നു. അതിൽ വനിതകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പാലക്കാട് രൂപതയുടെ ഈ രണ്ടാം എപ്പാർക്കിയൽ അസംബ്ലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി നടന്നു. എല്ലാം വളരെ ഭംഗിയായി നടന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സഹായം ഈ ദിവസങ്ങളിലെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തു. നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. നല്ല ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അവയെല്ലാം റിപ്പോർട്ടുകളായി സമർപ്പിക്കുവാനും കഴിഞ്ഞു. ഇതിൻ്റെ ഫലം ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാവും എന്ന് തീർച്ചയായും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പാലക്കാടിൻ്റെ രണ്ടാം എപ്പാർക്കിയൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായതിൽ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. ഒരു അൽമായി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മളുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ രീതിയിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഒരു നല്ലൊരു ബോധ്യം കിട്ടാൻ ഈ എപ്പാർക്കിയൽ അസംബ്ലിയിൽ എനിക്ക് സാധിച്ചു. ഇവിടെ എപ്പാർക്കിയൽ അസംബ്ലി ഏറ്റവും നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടുവന്നത്. അൽമായർക്കായാലും സമർപ്പിതർക്കായാലും അതിന് വൈദികരായാലും എല്ലാവരും രൂപതയുമായിട്ട് എങ്ങനെ ഒന്നിച്ചു പോയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ള വലിയ ഒരു തത്വമാണ് പിതാവിലൂടെയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ ദിവസങ്ങളിൽ ഈ 4 ദിവസം നടന്ന ഈ എപ്പാർക്കിയൽ അസംബ്ലി എല്ലാവർക്കും തന്നെ, അത് അൽമായർക്കായാലും വൈദികർക്കായാലും സമർപ്പിതർക്കായാലും ഏറ്റവും നല്ല രീതിയിലാണ് ഈ അസംബ്ലിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടത് പാലിക്കപ്പെടുകയാണെങ്കിൽ വലിയ ഒരു സുവിശേഷ പ്രഘോഷമായിട്ട് തന്നെ ഈ രൂപതയ്ക്കും മറ്റു രൂപതകൾക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ എപ്പാർക്കിയൽ അസംബ്ലിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിന്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സംബന്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും എല്ലാം വളരെ ഭംഗിയായിരുന്നു. എല്ലാവരും ചർച്ച ചെയ്തപ്പോഴും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചപ്പോഴും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതുപോലെ അൽമായരുടെ ഒരു സജീവ സാന്നിധ്യം അവരുടെ ഒരു നല്ല പങ്കാളിത്തം എനിക്കിവിടെ അനുഭവപ്പെട്ടു.